ഹായ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 200 ഗ്രാം മഷ്റൂം, 2 സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി, കാഷ്യൂ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചത്, മല്ലിയില, ആവശ്യത്തിന് തൈര്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ജീരകം, അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഇടാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ആ പച്ചമണം മാറുന്ന വരെ. അതിനുശേഷം നമുക്ക് മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ല വേവണം. നമുക്ക് തക്കാളി വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്, എല്ലാ മസാലാസും നന്നായി മിക്സ് ആയിട്ടുണ്ട്, തക്കാളി വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കേണ്ടത്, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാഷ്യൂ പേസ്റ്റ്, 15 കാഷ്യൂ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് പേസ്റ്റാക്കിയതാണ്, 2 ടേബിൾ സ്പൂണോളം കാഷ്യൂ പേസ്റ്റ്. അതായത് തിക്കായിട്ട് നമുക്ക് ഒരു ക്രീമി എന്താ പറയുക ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിരിക്കും ആക്ച്വലി അങ്ങനെ കാഷ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ, കാഷ്യൂവിൻ്റെ ക്രീം ഇട്ടിട്ടുണ്ടെങ്കിൽ. അത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ആഡ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് തന്നെ അത് വെന്ത് കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കണം, ആ മസാലാസ് ആ മഷ്റൂമിൽ നന്നായിട്ട് പിടിക്കണം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ നോക്കിയിട്ട് ഇടാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തുറന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. നന്നായിട്ട് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ആക്ച്വലി നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല മതി. അതൊന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കസ്തൂരി മേത്തിയാണ്, അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 നുള്ള് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ആപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിതിന് സെർവ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഗ്രേവിയാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇവിടെ എൻ്റെ വീട്ടിലെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ ഇത് പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തയക്കാറുണ്ട്. സോ നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ ഇത് പാക്ക് ചെയ്ത് കൊടുത്തയക്കാം. എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഭയങ്കര ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് പറയൂ. താങ്ക്